ഹിന്ദുത്വ ശക്തികൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഭയപ്പെടുകയാണ്. ഈ ഭയപ്പാടിന് പിന്നിൽ, ആശങ്കയ്ക്ക് പിന്നിൽ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല നേതാക്കളും പ്രകടിപ്പിക്കാറുമുണ്ട്. അത്തരത്തിലൊരു ഭയവും ആശങ്കയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് വിഎച്ച്പി നേതാവായിട്ടുള്ള വിജി തമ്പി. അദ്ദേഹം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം എന്ന് പറയുന്നത് 100 കോടി രൂപ ഓഫർ ചെയ്തുകൊണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ മതം മാറ്റാനായിട്ട് നിരന്തരമായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 20 കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ് മലയാളത്തിലെയും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള മലയാളികളുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള എഴുത്തുകാരി മാധവിക്കുട്ടിയെ കമലാസുരയാക്കിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഭയമാണോ അതോ ശരിയായിട്ടുള്ളൊരു ആശങ്കയാണോ? എന്നോട് ചോദിച്ചാൽ ആശങ്കയുടെ അടിസ്ഥാനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദ്യം വരും. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പിലു മോഡി എന്ന് പറഞ്ഞ സ്വതന്ത്ര പാർട്ടിയുടെ അങ്ങനെ ഒരു പാർട്ടിയുണ്ട്. സ്വതന്ത്ര പാർട്ടിയുടെ ലോകസഭാ അംഗം ഉണ്ടായിരുന്നു. ചിരിക്കുന്നവരുടെ സംഘടനയുടെ പാർലമെൻറ്റിലെ ചിരിയന്മാരുടെ സംഘടന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തടിയുള്ള മനുഷ്യൻ, അങ്ങനെ ഒത്തിരി തരം പ്രത്യേക ഇയാളെല്ലാവരും ശ്രദ്ധിക്കും. ഇയാൾ ഇത്തരം ക്ലെയിം അന്ന് ആ കാലത്ത് വന്നിരുന്നപ്പോൾ, അതായത് 60കളുടെ ആദ്യമൊക്കെ ഇത് വന്നിരുന്നപ്പോൾ ഇയാളുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. RSS മീൻസ് ഹിന്ദു ഇൻഫീരിയോറിറ്റി. അതിൻ്റെ അടിസ്ഥാനങ്ങൾ പറഞ്ഞത് 80 കോടി ജനങ്ങളുള്ള ഹിന്ദുക്കളെ, അല്ലെ 75 കോടി ജനങ്ങളുള്ള ഹിന്ദുക്കളെ 10 15 അല്ലെ 20 കോടി താഴെ ഉള്ള മുസ്ലിങ്ങൾ അവരെ പേടിച്ച് ഇവിടെ ജീവിക്കണം. ഒന്ന്. അപ്പോൾ അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറയും. ഇവിടെ പേടിക്കണ്ട. ഇന്ന് നമ്മൾക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഹൈന്ദവ സമൂഹത്തിനോ അല്ലെ ഹിന്ദു മതത്തിനോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവർ എല്ലായിടത്തും അടി മേടിച്ച് പിടിച്ചു ചോദിച്ചു വാങ്ങുക. ബ്രിട്ടനിലാണെങ്കിലും അമേരിക്ക, ഇപ്പോൾ ഇറാൻ, ഇറാഖ്, അപ്പോൾ അവിടെ സംഭവിച്ചെന്താ? അതിവിടെ പഠിക്കണം. ഇവിടുത്തെ നമ്മളത് പറയുമ്പം യുദ്ധങ്ങൾ മുഴുവൻ കഴിഞ്ഞൊരു 50 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 30 വർഷത്തിനിടയ്ക്ക് നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ എവിടെയാണ് നടന്നിരിക്കണമെന്നറിയോ? എവിടെയാണ്? മുസ്ലിം, ഉക്രൈൻ ഒഴിച്ച് ബാക്കി എല്ലാം മിക്കവാറും എല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങളിലാണ് നടത്തിയത്. ഇന്നലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ ആക്രമണം ബോംബ് കൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ബലൂചിസ്ഥാനും പാകിസ്ഥാനായിട്ട് പ്രശ്നമുണ്ട്. അപ്പം ഇത് ഹിന്ദുക്കളെ മാത്രം ആക്രമിക്കുകയല്ല ഇവരുടെ സ്വഭാവം. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഇവരുടെ ആക്രമിച്ച് ആരെങ്കിലും കൊന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഇവരുടെ ജനറ്റിക് ജീനിൽ വന്നുപോയി. ഇവിടെ ഇന്ത്യയിലുള്ളത് ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഹിന്ദുക്കളായിട്ട് കുസ്തി പിടിക്കാൻ വരുന്നു. ഇവിടെ ഇറാനും ഇവരുമായിട്ട് തർക്കത്തിൻ്റെ കാരണം എന്നാ? ഇറാൻ സൗദി അറേബ്യയായിട്ട് ഇറാൻ ഇന്ന് അങ്ങോട്ട് തീവ്രവാദികൾ മിസൈൽ അങ്ങോട്ട് അയക്കുക. എന്താ കാര്യം? ആ 2 മുസ്ലിം രാജ്യമല്ലേ? മക്ക എവിടെയുള്ളത്? സൗദി അറേബ്യയിലല്ലേ? അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് മതപരമായി പറയാൻ പറ്റില്ല. ഫനാറ്റിക്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് എല്ലാ കാലത്തിലും. തീവ്രമായി ആചാരങ്ങളെ പിന്തുടരുന്നവർ എല്ലാ മതത്തിലും കാണും. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രകടമായ രംഗത്ത് വന്നിരിക്കുന്നത് അവർ ഇസ്ലാമിലാണ് വന്നിരിക്കുന്നത്. അവർ തീവ്രവാദ സ്വഭാവം പലയിടത്തും കാണിക്കും. കാരണം പവർ കുറഞ്ഞവൻ, ശക്തി കുറഞ്ഞവൻ, അവൻ ശ്രദ്ധിക്കപ്പെടാനുള്ള മാർഗം എന്നാ? ശക്തി കുറഞ്ഞവന് ശ്രദ്ധിക്കപ്പെടാൻ മാർഗം. ഇപ്പോൾ ചില സിനിമയൊക്കെ റിലീസാകുന്നതിന് മുമ്പ് വിവാദങ്ങളുണ്ടാവും. എന്തിനാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇസ്ലാമിനെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഇവിടുത്തെ ചില ന്യൂനപക്ഷത്തെ വിളിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. പശുവിൻ്റെ പേര് തല്ലിക്കൊന്നു, അല്ലെ ആടിൻ്റെ പേര് തല്ലിക്കൊന്നു, ഇങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ബീഫ് കഴിക്കുക, മറ്റേ പന്നി കഴിക്കാൻ പാടില്ല. അപ്പോൾ മനുഷ്യനും ലോജിക്കലല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ മറ്റൊരു സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാതെ. ഇവിടെ ബി ജെ പി പറഞ്ഞൊരു വശമുണ്ട്. ഭയപ്പെടാതെ ഹിന്ദു ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് എന്തിനാണ് ഭയപ്പെടുന്നത്? ഹിന്ദു ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾക്ക് ഹിന്ദു അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് മതത്തിലും ചേർന്നു, ഏതുമായിട്ടുള്ള ഒരാൾ ഹിന്ദു ആണെന്നാണോ? ഇവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നടത്താം. ഇയാൾ ഹിന്ദു മതത്തിൻ്റെ വിരുദ്ധമായി ചെയ്യുന്ന എന്ത് കാര്യമുള്ളത്? നമ്മുടെ മുമ്പിൽ ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദുമതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്? എല്ലാത്തിനും ഉൾക്കൊള്ളാന്ന് ഹിന്ദുമതം. ഞാൻ പറഞ്ഞ കുട്ടി മനസ്സിലായോ? ആ ഔന്നത്യം ഉള്ളത് കൊണ്ടാണ് ഹിന്ദുമതത്തിന്. ഇപ്പം നമുക്കറിയാവുന്ന എത്ര 10 പേരുടെ പേര് പറഞ്ഞു, അവരെ ഇവിടെ കൊണ്ടുവരിക. നമുക്ക് വ്യത്യാസമുണ്ട്. അതായത് സാർ പറഞ്ഞു, നമുക്ക് ഇപ്പൊ താങ്കൾ ഈ ഷർട്ടും ഇട്ടിരിക്കുന്നു, നാളെ ചിലപ്പോൾ താങ്കൾ മുണ്ട് എടുത്തോണ്ട് വരും, ഇടത്തോട്ടോ വലത്തോട്ടോ കൊടുക്കും. അതായത് ഈ ഒരു ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വിശാലമായിട്ടുള്ള ആകാശമാണ്, അതിലെല്ലാവർക്കും ഇടമുണ്ട് എന്നാണോ? ഇടമുണ്ടെന്ന് മാത്രമല്ല, അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ തന്നെത്താൻ നശിച്ചു പോകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നതാ. ഇപ്പം ഞാൻ 2-3 ഉദാഹരണം പറയാം. താങ്കൾ ഇപ്പം ഞാൻ പറഞ്ഞ രാജ്യം പറയാം. ഈജിപ്ത്, സിറിയ, മലേഷ്യ, ഇന്തോനേഷ്യ, കുവൈറ്റ് എല്ലാം കൂട്ടിക്കും. ഇവിടങ്ങളിൽ നിന്നും
ലോകം അറിയപ്പെടുന്ന ഏതെങ്കിലും രംഗത്ത് അറിയപ്പെടുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയാമോ പണ്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് ഓർത്തോ? പ്രയാസമാണ്. മറിച്ച് താങ്കൾ പറയേണ്ടതായിരുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രധാനമന്ത്രിമാരൊരു ആരായി? ഷെയ്ഖ് ഹസീന, കാളിദാസിയ, ബനാസിർ ഭുട്ടോ ഒക്കെ അവരായി. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവര് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈന്ദവ അല്ലെ ഹിന്ദു സബ് കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ബ്രിട്ടനിലെ വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുന്നതിന് മുമ്പ്, വനിതാ ഭാരവാഹി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായ രാജ്യമാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്ത രാജ്യമാണ് നമ്മുടെ തിരുവിതാംകൂർ. അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു റിലീജിയനാണ് ഹിന്ദുമതം. അതുകൊണ്ട് അതിൻ്റെ ആന്തരിക ശക്തി മനസ്സിലാക്കി ഒരാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യം. ഇസ്ലാം ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. ഈ വളർച്ചയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വളരാനെടുക്കുന്നതിൽ ഉപാധികൾ അല്ലെങ്കിൽ അതിൻ്റെ പല രീതിയിലുള്ള വഴികളിലൂടെയാണ് വളരുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങൾ കിട്ടും. അതിൽ പ്രധാനമായിട്ടും പലരും പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, അവിഭാജ്യ ദൈവത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ നേരായ സങ്കല്പത്തിലേക്ക് പലരും ആകർഷിക്കപ്പെടുന്നു. അത് യുക്തിസഹവും ഇടനിലക്കാരനോ പൗരോഹിത്യമോ ഇല്ലാതെ നേരിട്ട് സ്രഷ്ടാവുമായി ബന്ധപ്പെടാൻ എളുപ്പമാണ്. അതായത് ഏകദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മറ്റ് ഇടനിലക്കാരില്ല, ഡയറക്റ്റ് നമുക്കൊരു കോണ്ടാക്ട് കിട്ടുന്നു. ഇത് പലപ്പോഴും ആകർഷണീയമായിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ പലർക്കും തോന്നും. ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞ മറുപടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ സംസ്കാരത്തെ പിന്തുടരുന്ന ആളാണ് ഈ പറഞ്ഞ ആൾ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവര് പറയുമ്പോൾ അതേ സിസ്റ്റം തന്നെയല്ലേ ഹിന്ദുമതത്തിലുള്ളത്. തനിക്ക് ഏത് ദൈവത്തെ പ്രാർത്ഥിക്കും. ഇവിടെ പഴയ പോകുന്നൊരു കല്ല് പ്രാർത്ഥിക്കും, എലിയെ കണ്ടിട്ട് പ്രാർത്ഥിക്കും. ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളും എനിക്ക് ദൈവമായിട്ട് കാണാൻ പറ്റും. ഒരു ഇടനിലക്കാരനും ആവശ്യമില്ലുണ്ടോ? താൻ തൻ്റെ വീട്ടിലൊരു കല്ലും വെച്ച് പ്രാർത്ഥിക്കാൻ തന്നെ ഇടനിലക്കാരനും വേണ്ട. ആരും തൻ്റെ കയ്യെ പിടിക്കാൻ വരുന്നില്ല. തനിക്ക് ആ ഹിന്ദുമതത്തെ അതിൻ്റെ ഇഷ്ടപ്രകാരം. പിന്നെ അടുത്ത സ്റ്റെപ്പ്, ഈ അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും പോയിട്ട് ആചാര്യ രജനീഷ് വരെയുള്ളവർക്ക് അനുയായികളെ കിട്ടുന്നുണ്ട്. എന്തിനാ നമ്മളാണ് നബിക്ക് അനുയായികളെ കിട്ടുന്നത്? എവിടുന്ന കിട്ടുന്നത്? എല്ലാ മതത്തിൽപ്പെട്ടവരും അവർക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ കിട്ടുന്നത്? ഇവിടെ ഇസ്ലാമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഇസ്ലാമിൻ്റെ അകത്ത് മേധാവിത്വത്തിന് വേണ്ടിയുള്ള സമരമുണ്ട്. ഷിയാണ് വലുത്, സുന്നിയാണ് വലുത്. ഈ തർക്കം ആ മേധാവിത്വം ചെലുത്താനുള്ള മാർഗമായിട്ട് ശത്രുക്കളെ ഏറ്റവും കൂടുതൽ മറ്റു മതസ്ഥരെ കൊല്ലുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന മേധാവാണ്. ഇപ്പം ലോകത്തിലെ പെട്ടെന്ന് ഷിയ സുന്നി രാജ്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇറാനിലേക്കാണ്. കാരണം ഇസ്രായേലിൻ്റെ ഇസ്ലാമിൻ്റെ ശത്രുവായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇറാൻ പാകിസ്ഥാൻ അത്ര ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ സത്താകേന്ദ്രമായിട്ട് മാറി. അപ്പോൾ ആക്രമവാസനെ മറ്റുള്ളവരെ തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ ഉപദ്രവിച്ചാലെ കൊല്ലുക ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഹരമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗം ഇതിലുണ്ട്. എല്ലാ മതത്തിലുണ്ട്. ഇപ്പം RSS ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും പശുവും കൊണ്ട് ഒരു തല്ലിക്കൊല്ലുന്ന 100 പേര് 1000 പേര് പശുവിനെ കൊണ്ട് വരുമ്പോൾ തല്ലിക്കൊല്ലുന്ന 1 2 ആയിരിക്കും. പക്ഷെ ഉടനെ പറയും ഹിന്ദുത്വ തീവ്രവാദികൾ തല്ലിക്കൊന്നെന്ന് പറയും. ഇതേ പ്രശ്നം മുസ്ലിമിനും ഉണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടല്ല. ഞാൻ ആദ്യം മുമ്പ് പറഞ്ഞല്ലേ, 30 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ഇസ്ലാമിക ഭൂമികയിലാണ്. അവർ താമസിക്കുന്നിടത്താണ്. അവർ ഒന്നിൽ ആരെയും കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയോ? ഇതുപോലെ തമ്മിൽ തല്ലും, അവർ തമ്മിൽ കൊല്ലും. അവർക്ക് ഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. അതിൻ്റെ പിന്നിൽ താങ്കളിപ്പം കുറേ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിൻ്റെ പല യുദ്ധങ്ങൾ നടക്കുന്നു, ഇവർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തമ്മിൽ തല്ലുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ ഐഡിയോളജിയിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? ഐഡിയോളജി എല്ലാം ദൈവസങ്കല്പം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി. ഐഡിയോളജി കുറേ പേരത് പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കാൻ. ഹിന്ദുമതത്തെ എങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാൻ നമുക്ക്? ഹിന്ദുമതത്തെ നമുക്ക് എത്ര ആദിശങ്കരൻ തൊട്ട് എത്രയോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. രാമൻ തെറ്റായെന്ന് പറഞ്ഞിട്ടുണ്ട്, സീതയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ എല്ലാവർക്കും ആകാം. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവനെ, ഇപ്പോൾ രാമൻ സീതയെ ദ്രോഹിച്ചു എന്ന് പറയാനെങ്കിൽ തല്ലാനോ കൊല്ലാനോ പോകുന്നുണ്ടോ? മറ്റിടത്ത് അങ്ങനെയല്ല. സീതയുടെ പക്ഷം രാമൻ്റെ പക്ഷം ഉണ്ടായിട്ട് കൊല്ലാൻ നോക്കുക. ഇവിടെ അതില്ല. കാര്യങ്ങൾ പറയും. ഒത്തിരി ആരോപണം കേട്ടിട്ടുണ്ട്, സീതയോട് ചെയ്ത രാമൻ ചെയ്ത ക്രൂരതയാണ്. ശരിയാണോ ഇല്ലയോ? അത് നമുക്ക് തർക്കിക്കാൻ മാത്രമേ പറ്റൂ. അതിനകത്ത് സത്യം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം, ഇത് ചെയ്തിരിക്കണം അറിയാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾ തല്ലാൻ പോയാലോ കൊല്ലാൻ പോയാലോ?
അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ പണ്ടെങ്ങാണ്ടോ അല്ലാഹുവിൻ്റെ അല്ലെ നബിയുടെ ഭാര്യമാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ തുടർച്ച ഇന്നും കൊന്നുകൊണ്ടിരിക്കണോ? എത്ര മണ്ടത്തിലെന്ന് ആലോചിക്കുക. പണ്ട് സുഗ്രീവനും മറ്റേ ഉള്ള യുദ്ധം, സുഗ്രീവ യുദ്ധം അല്ലേ, ബാലസുഗ്രീവ യുദ്ധം, അതിൻ്റെ പേരിൽ നിന്ന് എല്ലാ കുരങ്ങന്മാരെയും കൊല്ലണോ? ബാലിയുടെ കൂടെ ഒന്ന് കുരങ്ങന്മാരെല്ലാം കണ്ടെത്തി നമ്മൾ കൊല്ലുകയാണോ വേണ്ടേ? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ട്? നമുക്ക് ബാലി സുഗ്രീവനിലേക്കൊക്കെ പോകാം. നമ്മൾ തുടങ്ങിയത് വിജി തമ്പി പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്നാണ്. അല്ല, ആ വിഷയത്തിലൊക്കെ വരുന്നത് വിജി തമ്പി പറഞ്ഞ വിഷയം ഈ ഭയപ്പെടുത്തൽ ഇല്ലെങ്കിൽ, അത് ഞാൻ ഈ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയമല്ല ഏത് പ്രചരണമാണെങ്കിലും പ്രൊപ്പഗാൻഡ ആണെങ്കിലും നാളെ ഇത് സംഭവിക്കാൻ പോകുന്നു, നാളെ നിങ്ങളെ കൊല്ലാൻ പോകും, ആ ഭയപ്പെടുത്തൽ ഞാൻ ആദ്യം പറഞ്ഞു, അതിൻ്റെ ഉത്തരം ആദ്യം തന്നെ പറഞ്ഞു. മറ്റേ പിലുമോടി പറഞ്ഞത് അപകർഷതാബോധമാണ്. ഒരു മുസ്ലിമിനെ ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. ഇപ്പം ഞാൻ താങ്കൾക്കും ഉണ്ടാവും തോന്നുന്നില്ല, ഉണ്ടാവോ? ഗൗരവത്തിനുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തുക. ഇത്രയും മുസ്ലിങ്ങളായിട്ട് ഇവിടെ 600 വർഷം രാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യ ഭരിച്ചിരുന്നവരല്ലേ? എത്ര ഹിന്ദുക്കളെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട്? കൊന്നിട്ടുണ്ടാവും, മതം മാറ്റിയിട്ടുണ്ടാവും. അതെല്ലായിടത്തും നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അമേരിക്ക ചെന്നിട്ട് ഇത് തന്നെ ഇതേ പരിപാടി തന്നെ. ആ കാലം കഴിഞ്ഞിട്ട് പോളിഷ്ഡായിട്ടുള്ള സംസ്കാരത്തിലേക്ക് മനുഷ്യൻ വന്നു. അതോടുകൂടി മതത്തിന്റെ പേരിലുള്ള കൊലപാതകം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒറ്റ ഉപായമേ, അത് ഇസ്ലാമിലെ ഒരു ചെറിയ ന്യൂനപക്ഷം. മലയാളത്തിലെ പ്രമുഖ നടിക്ക് മതം മാറുന്നതിനായി 100 കോടിയുടെ വാഗ്ദാനം ലഭിച്ചു. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചത് ഇതിന്റെ തുടക്കമായിരുന്നു. അന്ന് 20 കോടി രൂപ മുടക്കിയാണ് അവരെ മതം മാറ്റിയത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയവും തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് വിജി തമ്പി പറയുന്നത്. കൃത്യമായ പേരും ഇടപാടുകളും മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആരെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നറിയാം, ഏതാണ് ആ വ്യക്തി എന്നറിയാം. ആ പ്രമുഖ നടിയുടെ പിന്നാലെ തന്നെ കുറേയധികം കാലങ്ങളായി ഈ മതം മാറ്റ മാഫിയ ലോബി ഉണ്ടെന്നാണ് വിശദീകരിക്കുന്നത്. അതായത് ഐക്കണുകളെ സൃഷ്ടിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് പറയുകയാണ്. നാളെ നമ്മളൊരു അല്ലെങ്കിൽ ഒരു മാസത്തിനിടെ നമ്മളൊരു വാർത്ത കേൾക്കുകയാണ്. മഞ്ജു വാര്യർ അല്ലെങ്കിൽ നവ്യ നായർ അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്ഭുതം തോന്നിയില്ല. അല്ല, അത്ഭുതം പലർക്കും തോന്നും. ഐക്കണാണ്. അയ്യോ, മഞ്ജു വാര്യർ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. സ്വീകരിക്കുമ്പം ഇസ്ലാമിലേക്ക് വരാനായിട്ട് പലരെയും ഇത് ആകർഷിക്കും. അപ്പൊ ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള ഐക്കണുകളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും സംരക്ഷണവും പൈസയും ഓഫർ ചെയ്തുകൊണ്ട് മാറ്റുക. എന്തിനാണ് ഇങ്ങനെ മാറ്റുന്നത്? മറ്റുള്ള ആളുകളെയും ആകർഷിപ്പിക്കാനായിട്ട്. ഇതിനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാവൂലേ? ഉറപ്പായിട്ടും ഈ പ്രചരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ മറിച്ചാലോചിക്കും. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മഞ്ജു വാര്യരോ മാധവിക്കുട്ടിയോ ഇസ്ലാമിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്ന ഒരു മതമാണ്. അപ്പൊ അങ്ങോട്ടാണ് ആര് പോകുന്നത്? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എന്ത് പങ്കുണ്ട്? ഇറാനിലൊക്കെ നടന്നു കഴിഞ്ഞാൽ താഴെ വെട്ടിക്കളയും. ഇപ്പൊ ആൺകോയ്മയുടെ ഒരു മതമാണ് ഇസ്ലാം എന്ന് മുസ്ലിം സ്ത്രീകൾ പോലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അല്ല, ഇവര് ഈ ഫാത്തിമ തസ്ലിയ എന്നുള്ള അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ മത്സരിച്ചതും ആണുങ്ങളോടൊപ്പം ഇലക്ഷൻ വർക്കിന് പോയതൊക്കെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ അവരെ വളർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇത് എന്നും കൊണ്ടു നടക്കാൻ പറ്റില്ലെന്നേ, എന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒത്തിരി പേര് അമേരിക്കയിൽ പോകുന്നുണ്ട്. അതിൽ പലരും ബെന്തക്കോസ്ത് സഹായം കൊണ്ടാണ് പോകുന്നത്. അവർ പലരും അവിടെ ബെന്തക്കോസ്ത് പള്ളിയുടെ, എനിക്കറിയാവുന്ന പ്രമുഖരായ ആൾക്കാരുണ്ട്, ബെന്തക്കോസ്ത് പള്ളിയുടെ ചുമതലക്കാരാണ്, 3-4 പള്ളിയുടെ ചുമതലക്കാരാണ്. അവർ റോമൻ കത്തോലിക്സ് പോയി അവിടെ ബെന്തക്കോസ്ത് ചെയ്യും, ഒത്തിരി പേര് ചെയ്യും. അതിൻ്റെ കാരണം ഫണ്ട്. അത് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി. അത് അവനൊരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ അവന് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനായിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിയിൽ അവൻ ഭക്ഷണം കഴിക്കണം, ആഹാരം കഴിക്കണം, കല്യാണം കഴിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, വീട് വെക്കണം, ഇത്തരം ആഗ്രഹങ്ങളൊക്കെ അവൻ നടക്കണം അങ്ങോട്ട്. ഈ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ മനുഷ്യനെ ഇവിടുന്ന് പോയി അവിടെ ചെന്നു, ആരും സഹായിക്കാനില്ല എന്നപ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ സഹായിച്ചു, അവിടുത്തെ സഹായിച്ച് പള്ളിയായിട്ട് ബന്ധപ്പെട്ടു.
ഇയാളുടെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും ആ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിയായി. പക്ഷെ അപ്പോഴും മറക്കരുത്, നാട്ടിൽ വരുമ്പോൾ പച്ച നായരാണ്. പച്ചക്കൊരു നായരാണ്, ആലുവയിലുള്ളതാണ്. പച്ച നായരായിട്ട് NSS കരയോഗത്തിന് സംഭാവന കൊടുക്കും. അപ്പുറത്തെ ആലുവ ശിവരാത്രി വരുമ്പോൾ അവിടുത്തെ ശിവരാത്രി ഉത്സവത്തിനെല്ലാം കാശ് കൊടുക്കും, പല പരിപാടിയും ചെയ്യും. പക്ഷെ നായരായിട്ട് ഇവിടെ നായരും അവിടെ, അങ്ങനെയുള്ള ഡ്യുവൽ ഫേസുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഡ്യുവൽ ഫേസ് ഉള്ള കുറച്ച് ആളുകളെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവര് പുറമെ ലക്ഷ്മി നായർ എന്നായിരിക്കും പേര്, അല്ലെങ്കിൽ വസുധ മേനോൻ എന്നായിരിക്കും പേര്, അകമേ മുംതാസ് എന്നായിരിക്കും, അകമേ മുംതാസ് ആയിരിക്കും, ഇതായിരിക്കും പുറമേയുള്ള പേര്. പക്ഷെ മതപരമായിട്ട് മറ്റൊരു മതം സ്വീകരിച്ചിട്ടുണ്ടാവും, പേരിൽ മാറ്റം ഉണ്ടാവില്ല. ഷാനി പ്രഭാകര ഈ രീതിയിൽ അല്ല, ഒന്നും വേണ്ട, ഇതിന്റെ കൂടെ ഷാനി പ്രഭാകര, ആരാ ഷാനി പത്രോസോ ഷാനി പീറ്ററോ മറ്റാണ് ആകേണ്ടത്. പക്ഷെ ഇപ്പോഴും പ്രഭാകരമായിട്ട് തന്നെ തുടരുക. എന്തുകൊണ്ട്? ഇത് നമുക്ക് ഇഷ്ടം പോലെ അവർക്ക് പ്രശ്നമില്ല, പറയുന്നതിന് പ്രശ്നമില്ല, അവരെ കളിയാക്കി പറയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഈ മതം മാറുന്നത് ഒരു കാഷ്വൽ സംഭവം പോലെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാറുന്നവനും പുറത്തേക്ക് പോകുന്നവനും ആ മതത്തെ അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. മാറുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല, അവൻ ഇന്നത്തെ പോലെ തന്നെ നാളെ ജീവിക്കുന്നേ. അതിന് മറ്റെല്ലാ 24 മണിക്കൂർ ഈ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന 1 മണിക്കൂർ പോലും ഉണ്ടോ? ബാക്കി 23 മണിക്കൂർ അവന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക. വൈകുന്നേരം സന്ധ്യാരാമം ചെല്ലുന്നതിന് പകരം രാമാന്ന് വിളിക്കുന്നതിന് അള്ളാന്ന് വിളിക്കും. വേറെ വ്യത്യാസമൊക്കെ കാണുന്നില്ല. മതത്തിന്റെ ജീവിത രീതിയിൽ ശൈലികളിലും വ്യത്യാസം വരുമ്പോൾ മാത്രമേ തർക്കാവുള്ളൂ. ആ തർക്കം വരുന്നില്ല. പിന്നെ ഭക്ഷണം കൂടുതൽ ബിരിയാണി ആയിരിക്കും, ഇപ്പുറം ചോറും സാമ്പാറും ആയിരിക്കും. ഇതില് വിജി തമ്പി ഈ പറയുന്ന ഒരു പരിഹാരമുണ്ട്, ഇങ്ങനെ മതം മാറ്റം ഇല്ലാതാക്കാനായിട്ട്. മറ്റ് മതസ്ഥരെ പോലെ ഹിന്ദുക്കൾ സ്വാഭിമാനമുള്ളവരായി മാറണം, ഇല്ലെന്നല്ല പറഞ്ഞു. തങ്ങളുടെ സംസ്കാരം അടുത്ത തലമുറയെ പഠിപ്പിക്കണം. ഹിന്ദുക്കൾ പലപ്പോഴും തങ്ങളുടെ മതത്തിൽ അഭിമാനം കൊള്ളാത്തത് കൊണ്ടാണ് അതൊരു എന്താണ്, ഒരു കണക്കിന് അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് മനസ്സിലാക്കിയെടുത്തോളം അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 വയസ്സ് മുതൽ, അല്ലെങ്കിൽ 5-6 വയസ്സ് മുതൽ മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല ഹിന്ദുക്കളോടും നിങ്ങൾ ഗീതയിലെ വരികളെ കുറിച്ചോ അല്ലെങ്കിൽ ഗീതയെ കുറിച്ചോ മഹാഭാരതത്തിനെ കുറിച്ചോ, ആരാണ് കർണൻ എന്ന് ചോദിച്ചാലോ ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്നിരിക്കില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മതപഠനം ഇല്ല എന്നുള്ളതാണ്. മതം പഠിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. സംസ്കാരം എന്ന് പറയുന്നത് ജീവിത രീതിയാണ്. അത് കോപ്പി അടിച്ച് പുസ്തകത്തിൽ പോകണം, രാവിലെ 4 മണിക്ക് എഴുതേക്കണം, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഇതല്ല മതം. ഇതിനൊക്കെ അപ്പുറം മതം. നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മുടെ സഹജീവികളുമായിട്ട് ബന്ധപ്പെടുന്ന, നമ്മുടെ ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന, അതാരും തന്നെ പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണ്. ബസ്സിൽ കയറുമ്പോൾ നമുക്ക് മുതിർന്നവർ വരുമ്പോൾ ചിലപ്പോൾ സീറ്റ് ആയിട്ട് കൊടുക്കും. അത് ഇവിടെ ഉള്ളൂ. പഠിപ്പിച്ച മതങ്ങളുടെ ഉണ്ടോ? ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് നമ്മൾ. എന്താ കാര്യം എന്താ? അപ്പോൾ ആ ജീവിത രീതിയാണ് മതം. അതിനപ്പുറത്തേക്ക് ആചാരപരമായ കാര്യങ്ങൾക്ക് വിലക്കാൻ അമ്പലത്തിൽ പോകാത്തവരുണ്ട്. എത്രയോ പേരെ എനിക്കറിയാം അമ്പലങ്ങളിൽ പോവുക, കാശ് കൊടുക്കുക, ഏത്ത വലിയ വിശ്വാസിയാണ്. വൈകുന്നേരം പോകാൻ നേരത്ത് തൊഴും, അല്ലെങ്കിൽ വിളിച്ചിട്ട് വന്നിട്ട് വസ്ത്രം തൊഴും. അവരോളം വിശ്വാസി അല്ല മറ്റുള്ളവർ. അല്ല, ഇസ്ലാം നൽകുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും നൽകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ബോധം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഇത് യഥാർത്ഥത്തിൽ താങ്കൾ ഇടപെട്ടോട്ടെ, താങ്കൾ പറഞ്ഞ ഗംഭീരഭാഗമാണ്. കൃത്യമായ ഒരു ഐഡന്റിറ്റി, കൃത്യമായ ഐഡന്റിറ്റി അല്ല, സെപ്പറേറ്റ് ഐഡന്റിറ്റി. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമാണെന്ന് കാണിക്കാനുള്ള ശ്രമം നടക്കും. അല്ല, ആ ഐഡന്റിറ്റി ചിലപ്പം ഒരു വ്യക്തിക്ക് നൽകുന്ന, ആന്തരികമായിട്ടൊക്കെ നൽകുന്ന പല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകാം. ഈ പറഞ്ഞ ഇത് എന്താണ്, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മതം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സംസ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ലൂസാണ്. ഇവിടെ റിജിഡിറ്റി ഇല്ല, കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല, ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവം എന്ന് പറയുന്ന ഒരു റിജിഡിറ്റി.
ഇനി ബോധത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നിട്ട്. ഇനി ഞാൻ ഇപ്പോൾ താങ്കളോട് താങ്കളുടെ ഇത് നല്ല തമ്പിന് എവിടെ വേണം കൊടുക്കാവുന്ന കാര്യമാണ്. ഈ അടുത്ത കാലം വരെ ഇസ്ലാമിൻ്റെ പശ്ചിമേഷ്യയിലെ സംഘട്ടനങ്ങളും ഇസ്രായേൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുവരെ ഏറ്റവും കൂടുതൽ വംശീയ സംഘടന അല്ലെങ്കിൽ ജാതിപരമായ സംഘടന ഉണ്ടായത് ക്രിസ്തുമതത്തിലാണ്. ആ രാജ്യത്തിൻ്റെ പേര് അയർലൻഡ്. അയർലൻഡിൽ റോമൻ കത്തോലിക്സാണ്, ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റുകളാണ്. ഇവർ തമ്മിൽ അയർലൻഡ് ബെൽഫാസ്റ്റ് എന്ന സ്ഥലം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീകര ബോംബ് സ്ഫോടനങ്ങളുടെ കേന്ദ്രമായിരുന്നു. അടുത്ത നാളിലാണ് തീർന്നത്. ഒരു പരിഹാരമാണ് UN ഒക്കെ ഇടപെട്ടാണ് തീർത്തത്. അപ്പോൾ ഇത് മതം യോജിപ്പിക്കുന്ന കണിയല്ല, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണ് എല്ലാം ക്രിസ്തുവിനെ ബാധിക്കുന്നെല്ലാം കൂടെ ഒറ്റ രാജ്യം പോരെ. ഇന്ന പല രാജ്യങ്ങൾ, സ്പെയിൻ എന്തിനാ, പോർട്ടുഗൽ എന്തിനാ, എല്ലാം കൂടെ ഒറ്റ രാജ്യം മതിയല്ലോ. അങ്ങനെ ആ മതം യോജിപ്പിക്കുന്ന കണിയല്ല, മറിച്ച് താങ്കൾ പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലെ ഐഡൻറ്റിറ്റി ആയിരിക്കും. ഇവിടെ ഹിന്ദുമതത്തിനും മറ്റുള്ള മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പല രാജ്യമല്ല, പല രാജ്യമായിരുന്നു ചെതറിപ്പോയതെന്നൊക്കെ പലരും പറയും. അതല്ല ശരി. ഇപ്പം നമ്മുടെ പേരുകൾ മാത്രം എടുക്കുക. കാശ്മീരിലുള്ളവൻ്റെ ഹിന്ദുവിൻ്റെ പേര് രാമന് കാണും, കൃഷ്ണന് കാണും. ഇവിടെ ആലുവയിലോ തലശ്ശേരിയിലുള്ളവരുടെ പേരും അങ്ങനെ തന്നെ കാണും. നദികളുടെ പേര് ഗംഗ, കാവേരി, ഇതൊക്കെ നമ്മൾ കുടുംബ പേരായിട്ട് ഉപയോഗിക്കാൻ. ഇപ്പൊ ഹിന്ദുത്വ ശക്തികൾ യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലുമുള്ള അവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു റിജിഡിറ്റി ഉണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾ കടം കൊണ്ടിട്ട് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അത് സക്സസ് ആയെന്ന് ഹിന്ദുത്വം തീർന്നു, ഫിസിക്കൽ ഫോഴ്സ് കാണും. ഇവിടെ ഹിന്ദുവിനെ നമ്മൾ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന അറിയായിരുന്നല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രക്ചർ അറിയായിരുന്നു. ഇത്രയും ഛിന്ന ഭിന്നമായി നിന്നിട്ടും എന്തുകൊണ്ട് യോജിക്കാൻ പറ്റി? നമ്മളെ യോജിപ്പിച്ച് ഗംഗാനദിയെ ഒന്ന് നമ്മളെ യോജിച്ച സംസ്കാരങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവിടുന്ന് കാശി പോവും അല്ലേ, ആരാധനാ കേന്ദ്രങ്ങളാണ് നമ്മളെ യോജിച്ചത്. ആരും നിർബന്ധിച്ച് വിട്ടതല്ല. എല്ലാ വീട്ടിലും കാണും ഗംഗ എന്ന് കൊണ്ടും ചാകാൻ നേരിട്ട് കൊടുക്കാനൊരു വെള്ളം കാണും, തീർത്ഥം അല്ലേ. എന്തൊന്നും പക്ഷെ നാട്ടുകാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാക്കാനും പോകും. അല്ല, അത് അവർക്ക് മനസ്സിലാക്കേണ്ട. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാന്നേ. അവർ നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഇവിടെ വന്നിട്ട് രാമായണം വായിക്കണം എന്ന് പറഞ്ഞ് RSSകാരൻ പറഞ്ഞു. ഇവിടെ എല്ലാ കർക്കിടക മാസത്തിൽ ഒത്തിരി ഹിന്ദു വീടുകളിൽ രാമായണം അല്ലാതെ തന്നെ വായിക്കുന്നുണ്ട്. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് വായിക്കാറുണ്ട്. ഇത് RSS ഒക്കെ ഉണ്ട്, 5000 വർഷം പഴക്കമുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നത്. അന്ന് RSS ഇല്ല, ഒരു സംഘടനയില്ല, ഇവരെ സംഘടിപ്പിക്കാനൊന്നുമില്ല. എങ്ങനെയാ വന്ന് ശങ്കരാചാര്യർ നടന്നാ പോയത്. അന്ന് വണ്ടിയില്ല, വള്ളമില്ല, മൊബൈലില്ല, ഒന്നുമില്ല. അയാൾ കാര്യങ്ങൾ പറയും, കുറേ പേര് സ്വീകരിക്കും, കുറേ പേര് സ്വീകരിക്കാതെ പോകും. അങ്ങനെയാണ് ഹിന്ദുമതം രണ്ടാമത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും കുറെ കൂടെ, അത് ചരിത്രം, അതൊക്കെ നമ്മൾ ഈ ചർച്ചയ്ക്ക് പോയാൽ പോയി. അപ്പോൾ ഈ മതത്തെ നമ്മൾ കാണുമ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം എന്ന് പറഞ്ഞാൽ പരസ്പര മനുഷ്യർ തമ്മിലുള്ള, സഹജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. മതത്തിൻ്റെ പേരിൽ ഏത് മതമാണെങ്കിലും, മുസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും, മതത്തിൻ്റെ പേരിൽ ആ പരസ്പരം ഉള്ള ബന്ധത്തെ, സഹജീവി ബന്ധത്തെ അറുത്ത് മുറിക്കാൻ ആര് ശ്രമിച്ചാലും അത് മാനവിക സംസ്കാരത്തിന്റെ ശത്രുക്കളാണ്. ആരാണത് ശ്രമിക്കുന്നത്? ഇപ്പോൾ കൂടുതൽ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഇസ്ലാമാണോ ശ്രമിക്കുന്നത്? ഇപ്പോൾ അല്ല, അങ്ങനെ ഇസ്ലാമാണോ ശ്രമിക്കുന്നത് എടുത്തു ചോദിച്ചാൽ പറയില്ല. ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പലതും അങ്ങനെയാണ്. അത്രയും തീവ്രമായിട്ട് വേറൊരു മതവും പ്രവർത്തിക്കുന്നില്ല. ക്രിസ്ത്യൻസ് കാര്യം പറയും, തല്ലിക്കൊല്ലെന്ന് പറഞ്ഞ് വരുന്നില്ല. മുസ്ലിം ലീഗ് നേതാവ് മാധവിക്കുട്ടിയോട് കാണിച്ചത് വഞ്ചനയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് പറയുന്നതിന് പകരം ഒരു മുസ്ലിം ലീഗിന്റെ ഒത്തിരി മാന്യന്മാരും നേതാക്കന്മാരുണ്ടെന്നേ. അങ്ങനെ ഈ തന്ത്രിയുടെ പേരിൽ ശബരിമല എന്ന് കൊള്ളയടിച്ച തന്ത്രിയുടെ പേര് നമ്മൾ എന്നാ പറയണ്ടത്? അയ്യപ്പനെ വരെ കൊള്ളയടിക്കുന്നവരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടോ? അയ്യപ്പനെ വരെ കൊള്ളയടിക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മറുപടി ഉണ്ടോ? അല്ല, മുസ്ലിം ലീഗിന് ലീഗ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ലീഗിനേക്കാൾ അതിനേക്കാൾ ഒരു മാധവിക്കുട്ടി മതം മാറുന്നതിനേക്കാൾ അപകടകരമായ കാര്യമാണ് ശബരിമല നടന്നത്. ഇപ്പൊ പല അമ്പലങ്ങളിൽ നിന്നും വരികയാണ്, ഇത് കൊള്ളയടിച്ചോണ്ടിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയെ കുറിച്ചല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതില് എന്താണ്, അബ്ദുൾ സമദ് സമദാനിയാണ് ഇവരുടെ കാമുകൻ എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അയാളൊരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു. അപ്പം പിന്നീട് ഇവർ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? അതൊരു വഞ്ചനയായിരുന്നു. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഈ മതം മാറ്റം എന്ന് പറയുന്നത് ഒരു ദുരന്തപരമായിട്ടുള്ള ഒരു ദുരൂഹതയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരം പലരും പറയുന്നില്ല. പലരും പല വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, മാധവിക്കുട്ടി അദ്ദേഹത്തിന്റെ സമുദായയുടെ വാഗ്ധോരണിയിൽ ആകൃഷ്ടയായി രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, അവർക്കൊരു സപ്പോർട്ട് ബേസ് വേണമായിരുന്നു. അവരെ സ്വാഭാവികമായി അദ്ദേഹത്തെ മാധവിക്കുട്ടി നിഷ്കളങ്കമായി സമദാനി ഇഷ്ടപ്പെടുകയാണ്. മറ്റു സമദാനിക്ക് ഇങ്ങോട്ട് മതപരമായ മാറ്റമായിരിക്കും സമദാനി ഉദ്ദേശിച്ചത്.
അല്ല പിന്നീട് സമദാനിയെ ഉപയോഗിച്ച് മാധവക്കുട്ടിയെ മതം മാറ്റാൻ നോക്കിക്കാണും. രണ്ടുമാകാം. സമദാനി അവരുടെ പ്രഭാഷകനാണ്, പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഒരാളെ മുസ്ലിമിൽ ചേർക്കണ്ടേ? അത് ചേർക്കാൻ പറ്റും. മാധവക്കുട്ടി എന്ന് ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരെ അവർ, ലോകം അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ? അങ്ങനെ ഇപ്പോൾ ഫുട്ബോൾ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലേ, കാശ് കൊടുത്ത് ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ മാറ്റുക, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ എത്ര താഴ്ന്ന രീതിയിലാണ് ആ മതം ആലോചിച്ച് നോക്കി. ഫുട്ബോൾ ക്ലബ്ബുകൾ നല്ല കളിക്കാരെ കാശ് കൊടുത്ത് നമ്മുടെ ക്ലബ്ബിലേക്ക് മാറ്റുകയാണ്, ക്രിക്കറ്റ് കളിക്കാരെ മാറ്റുകയാണ്. അതുപോലെ ഈ കളിക്കാരി വന്നാൽ, മാധവക്കുട്ടി വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നി അങ്ങനത്തെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും തരം താണ ലെവലാണ്. ഇതിലിപ്പം നമ്മുടെ സാവിയോ പത്രത്തിൽ, ദേശീയ മാധ്യമത്തിലൊക്കെ പ്രവർത്തിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, കേരളത്തിൽ തന്നെ പേര് കേട്ട മാധ്യമ പ്രവർത്തകനായിട്ടുള്ള രാജശേഖരൻ നായർ, ജെ രാജശേഖരൻ നായരൊക്കെ ഈ 1999 ഇവരെ മതം മാറുന്നത്. ആ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൃത്യമായിട്ടും മതം മാറ്റം തന്നെയായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഈ സമദാനിയുമായി മാധവിക്കുട്ടി ബന്ധമുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഒരു രാത്രി നിങ്ങൾ മതം മാറിയെങ്കിൽ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി. പിന്നീട് ഇവര് പർദ്ദ ധരിച്ച് നിസ്കരിക്കാൻ ആരംഭിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും മാധവക്കുട്ടി ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ വീട്ടിലൊരു കൃഷ്ണ വിഗ്രഹമുണ്ട്, അതെവിടെ പോയാലും ഞാൻ കൊണ്ടുവരുമെന്നും പറഞ്ഞിരുന്നു. അതോടെ വിജയത്തമ്മി പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. അത് സമുദായം സമ്മതിക്കുക, അവർ കൊണ്ടുനടക്കുകയും ചെയ്തിരുന്നു. അത്രയുണ്ട്. പക്ഷെ അത് പിന്നീട് മാറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മതത്തെ വളരെ തറന്താണ് രീതിയിൽ കാണുന്നവർക്ക് മതമാറ്റത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഇതിനെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതം മാറിയാലേ സ്നേഹിക്കുള്ളൂ എന്നൊരു അർത്ഥമുണ്ടോ? അതിൻ്റെ അർത്ഥം മനുഷ്യ സ്നേഹത്തിൻ്റെ ദൈവികമായ അംശം ഇല്ലാത്ത ചിന്തകർക്കും പ്രവാചകർക്കും മതം മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും എന്നാൽ ഞാൻ പറയും. മനുഷ്യ സ്നേഹം അതാണ് ഏറ്റവും വലുത്. അതില്ലാത്തവനെ മതം മാറ്റേണ്ട ആവശ്യമുള്ളന്നേ. മനുഷ്യനെ സ്നേഹിക്കുന്നവൻ ഏത് സിറ്റുവേഷനിലും നമ്മളെ ലോകത്തെ മുഴുവൻ പേരെ മതം മാറ്റാൻ പറ്റുമോ? ലോകത്തെ മുഴുവൻ പേരെ മതം മാറ്റാൻ പറ്റുമോ? എല്ലാവരും നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് പിന്നാലെ കുറെ നാളുകളായിട്ട് ഒന്നൊന്നും ആയിരിക്കില്ല, ഞാൻ പിന്നെ പറഞ്ഞത് പല ആളുകളുണ്ട്, പിന്നാലെ ഉണ്ട്. അത് ആരാണ് എന്നുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആരോപണങ്ങൾ വരുന്നുണ്ട്, പല പേരുകൾ വരുന്നുണ്ട്. മഞ്ജു വാര്യരുടെ പേരാണ് ഏറ്റവും കൂടുതൽ പലരും ഉയർത്തി കാണിക്കുന്നത്. ശരിയാണോ നമുക്കറിയില്ല. നവ്യ നായരുടെ പേര് വരുന്നുണ്ട്, ഗീതു മോഹൻദാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ആരോപണങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് പിന്നാലെ ഇങ്ങനെ പുറകെ തന്നെ ഉണ്ടെങ്കിൽ, ആരാണ് യഥാർത്ഥത്തിൽ അത് എന്ന് കേരളം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗതത്തിനോട് ഞാൻ പറയുന്നൊരു കാര്യം, ആചാര്യന്മാരോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാം. ഇപ്പം ഹിന്ദു മതത്തിലേക്ക് ആചാര്യ രജനീഷ് എന്ന ആളിനെ കേട്ടിട്ടുണ്ടോ? ഫ്രീ സെക്സ് അഡ്വക്കേറ്റ് ചെയ്തൊരു മഹർഷിയായിട്ടോ ഋഷിയായിട്ടോ പ്രവാചകനായിട്ടോ എന്ത് വേണം പറഞ്ഞു. ഈ മനുഷ്യൻ്റെ ആശ്രമത്തിൽ, അമേരിക്കയിലെ ആശ്രമങ്ങളിൽ തന്നെ എന്തുമാത്രം ആൾക്കാരും എല്ലാ മതത്തിലും, ഇസ്ലാമുണ്ട്, ഇസ്ലാം മുസ്ലിം മതങ്ങൾ, സൗദി അറേബ്യയിൽ നിന്ന് വന്നവരവരെ ഉണ്ടാക്കൂട്ടത്തിൽ ഇവരെങ്ങനെ അയാളുടെ ആശ്രമത്തിൽ ചെന്ന് കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടുന്നത്? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അത് പൈസ കൊണ്ടാണ്. ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഓഷോ രജനീഷിന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അനുഭൂതി തലമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സുഖമുണ്ട്. ഇതിലാണ് ഞാൻ ആകർഷനാവുന്നത്. അല്ലാണ്ട് ഓഷോ രജനീഷ് എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ ഞാൻ 20 കോടി രൂപ ഇട്ട് തരാം, എന്റെ ഇതിലേക്ക് വരൂ എന്ന് പറയുന്നില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സ്വീകരിക്കാം. നിങ്ങളിപ്പം ഏത് മതം വായിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ആകൃഷ്ടരായിട്ട് നിങ്ങൾക്ക് സ്വമേധയാൽ മാറണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഈ നാട് യഥാർത്ഥത്തില് അതിന് ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മറ്റെന്തെങ്കിലും സ്വാധീനത്താൽ, ഇവിടുത്തെ വ്യത്യാസം അതാണല്ലോ. താങ്കൾ ഓഷോ രജനീഷുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ പണം തന്ന് സ്വാധീനിച്ച് മാറ്റുന്നതും നിങ്ങൾ സ്വാഭാവികമായി മാറുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അതാണ് അമേരിക്കയിലേക്ക് പോകുന്നതിൽ പലരും മാറുന്ന പണത്തിന്റെ പേരില്ല. അപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ, സോഷ്യൽ പ്രൊട്ടക്ഷൻ, ജീവിക്കാനുള്ള ചുറ്റുപാട്, വീട് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് കാര്യം. നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായ കാര്യങ്ങളാണോ താല്പര്യം, വായനയിലുള്ള താല്പര്യമാണോ, സാമ്പത്തികമായ കാര്യമാണോ താല്പര്യം എന്ന് പറയുമ്പം സാമ്പത്തികമായ കാര്യമായിരിക്കും താല്പര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കിറ്റ് കൊടുത്ത് വോട്ട് ചെയ്യില്ലേ? സക്കാത്ത് കിട്ടാൻ നേരത്തെ മുസ്ലിംസിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? സക്കാത്തിൻ്റെ പീഡാക്ക കൊടുക്കുന്ന സമയത്ത് നൊയമ്പ് കാലത്ത് അവിടെ സക്കാത്ത് മേടിക്കാനായിട്ട് വലിയ വീടുകളിൽ മുമ്പിൽ ആൾക്കാർ നിൽക്കുകയാണ്. എല്ലാ മതസ്ഥരും നിൽക്കുകയാണ്. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ കുട്ടിയെ ചിലപ്പോൾ അങ്ങോട്ട് നീ എൻ്റെ കൂടെ പോലെ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അവൻ കൂടെ പോവും. അതാണ് നമ്മുടെ മനുഷ്യ സ്വഭാവം.
വൾണറബിൾ. എന്തായാലും ആ പ്രമുഖ നടിക്ക് ബാങ്കോറിൽ വലിയ കോടി വന്നു കഴിഞ്ഞാൽ കൂടെ പോകുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാൻ പറ്റില്ല. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവർ മാത്രമാണോ എന്നുള്ളത് ഞാൻ പറയുക.